റാഗിപ്പൊടി കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം തയ്യാറാക്കിയാലോ. അപ്പോൾ അരി ഉപയോഗിച്ച് തയ്യാറാക്കുന്നതിനേക്കാളും കൂടുതൽ ഹെൽത്തിയാണ്. അപ്പോൾ നല്ലോണം മാവ് പതഞ്ഞ് പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളിത് ഏത് കറീൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും, അതുപോലെ തന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതുണ്ടാക്കാൻ വേണ്ടി നമ്മളിതാ 1 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ റാഗിപ്പൊടി എടുത്ത അതേ കപ്പ് തന്നെ 1 കപ്പിൽ സാധാരണ വെള്ളവും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചോറ് ചേർക്കുന്നത്. അതൊരു 1/2 കപ്പ് ചേർത്താൽ മതിയാകും. ഏത് അരിൻ്റെ ചോറ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ ചോറും കൂടിയും ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് അതിനേക്കാളും പകുതി അളവിൽ, അതായത് ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. അത് ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതിയാകും. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ പഞ്ചസാരയും ചേർത്താൽ മതി, ബ്രൗൺ ഷുഗർ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും. അപ്പോൾ നമ്മൾ ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവ് ആവാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അരയ്ക്കുന്ന സമയത്ത് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടുന്നത്. ഇനിയിപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് മാവൊന്ന് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് നല്ലപോലെ പതഞ്ഞ് പൊങ്ങും, പ്രത്യേകിച്ച് ചൂട് കൂടിയാണെങ്കിൽ. അപ്പോൾ ഇത് നമ്മൾ ഈസ്റ്റ് ചേർത്തുകൊണ്ടാണ് ഇത്രയും ടൈം കൊണ്ട് നമുക്ക് മാവ് നല്ലോണം പതഞ്ഞ് പൊങ്ങി വന്നത്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിൽ എണ്ണ പുരട്ടിയതിന് ശേഷം അതിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്യുന്നില്ല കേട്ടോ, നമ്മൾ മേലെ നിന്ന് മാവ് അങ്ങ് കോരി ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ മിക്സ് ചെയ്യാതെ ഇതുപോലെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ് നമ്മൾ സാധാരണ വട്ടയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ആവി കയറ്റിയെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മേലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പഞ്ചസാരയൊക്കെ കുറച്ച് അളവിൽ കൂടുതൽ ചേർത്തുകൊണ്ട് തന്നെ ഇത് നമുക്ക് വെറുതെ കഴിക്കാനും നല്ല രുചിയാണ്. ഇനിയിപ്പോൾ കറീൻ്റെ കൂടെ കഴിക്കണം എന്നുള്ളെങ്കിൽ പഞ്ചസാര ഒരുപാട് അളവിൽ ചേർക്കേണ്ട ആവശ്യമില്ല. രാവിലെയും അതുപോലെ വൈകുന്നേരം സ്നാക്കായിട്ടുമൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ റാഗിപ്പൊടി ഇല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള റാഗി വെച്ചിട്ടും നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ റാഗി നമുക്കൊന്നൊരു 5-6 മണിക്കൂറൊന്ന് കുതിർത്ത് വെച്ചിട്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം അരച്ചെടുത്താൽ മതി. പൊടിക്ക് പകരം അത് ചേർത്താൽ മതി. അപ്പോഴായിരിക്കും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ റാഗി മുളപ്പിച്ചിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം, അത് കൂടുതൽ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ നമ്മളിതാ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്